താരസംഘടനയായ AMMAയുടെ ജനറൽ ബോഡി യോഗം നാളെ ചേരും. അഡ്ഹോക് കമ്മിറ്റി മാറി പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തീരുമാനിക്കും. പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരും. സിദ്ദീഖിന് പകരം പുതിയ ജനറൽ സെക്രട്ടറിയും നാളെ തീരുമാനിക്കും. ലഹരി ഉപയോഗിക്കില്ലെന്ന കരാർ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകും. സെയ്ഫുനിസ അലിയാരാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. സെയ്ഫുനിസ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് അമ്മയിൽ സമഗ്രമായ ഒരു അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങിയത്. കമ്മിറ്റി മുഴുവൻ ആദ്യം രാജിവെക്കുന്നു, പിന്നീട് അഡ്ഹോക് കമ്മിറ്റി തീരുമാനങ്ങൾ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ മോഹൻലാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരും. മത്സരം ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ സെയ്ഫുനിസ? ബിനിൽ പോത്തൻ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ അഡ്ഹോക് കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ തന്നെ മത്സരമില്ല എങ്കിൽ താൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ തയ്യാറാണ് എന്ന് മോഹൻലാൽ അന്ന് അറിയിച്ചിരുന്നു. നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ തുടരാനാണ് സാധ്യത എന്നുള്ളത്. നാളെ നിർണായകമായ AMMAയുടെ ജനറൽ ബോഡി യോഗത്തിൽ ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. നാളെ ആദ്യം നടക്കുന്നത് ജനറൽ ബോഡി യോഗമാണ്. അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ മുഴുവൻ അംഗങ്ങളും പങ്കെടുക്കും. ഈ അംഗങ്ങളോട് നിലവിലെ അഡ്ഹോക് കമ്മിറ്റി മാറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അധികാരം ഏൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ തുടരുന്നതിൽ എതിർപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളാകും ആരായുക. ഭൂരിഭാഗം പേരും മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരട്ടെ എന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ തുടരാനാണ് സാധ്യത. അതിനുശേഷം ചേരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ മോഹൻലാലിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ചേരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ മോഹൻലാലിന് തന്നെ പുതിയ ജനറൽ സെക്രട്ടറിയെ നിർദ്ദേശിക്കാം. നിലവിൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് സിദ്ദീഖിന്റെ ഒഴിവ് മാത്രമാണ് ഉള്ളത്. അതായത് സിദ്ദീഖിനെതിരെ ഈ ലൈംഗികാരോപണം ഉയർന്നു വന്നപ്പോൾ സിദ്ദീഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണ് ചെയ്തത്. ആ സ്ഥാനമാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. അവിടേക്ക് മോഹൻലാലിന് ആര് വേണമെങ്കിലും, അതായത് പ്രസിഡന്റിന് ആര് വേണമെങ്കിലും നിർദ്ദേശിക്കാം. ആ തീരുമാനവും നാളെ ജനറൽ ബോഡി യോഗത്തിന് ശേഷം ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നൽകിയിരിക്കുന്ന ഒരു കത്താണ് AMMAയ്ക്ക്. ആ കത്ത് എന്ന് പറയുന്നത് ഈ മുഴുവൻ അഭിനേതാക്കളോടും ഒപ്പം തന്നെ സാങ്കേതിക പ്രവർത്തകരോടും ഈ ലഹരി ഉപയോഗിക്കില്ല എന്ന ഒരു കരാർ ഇനി അങ്ങോട്ട് കരാർ ഒപ്പിടുന്ന സിനിമകൾക്ക് തന്നെ കരാറിന്റെ ഭാഗമായി ഈ ലഹരി ഉപയോഗിക്കില്ല എന്നുകൂടി ഒപ്പിട്ട് നൽകണമെന്ന തീരുമാനം അറിയിച്ചിരുന്നു. ഇത് ഫെഫ്ക അംഗീകരിച്ചതാണ്. ഇനി അമ്മ കൂടി അംഗീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നാളെ ഇക്കാര്യം വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ചർച്ച ചെയ്യാമെന്നുള്ളതാണ് അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം താരങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ചുള്ളതാണ്. താരങ്ങളുടെ പ്രതിഫലം 4 ഗഡുക്കളായി നൽകുന്ന കാര്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരത്തെ തന്നെ കത്ത് നൽകിയിരുന്നു. അപ്പോൾ അന്ന് അമ്മ നൽകിയിരുന്ന മറുപടി ഇപ്പോൾ നിലവിലുള്ളത് അഡ്ഹോക് കമ്മിറ്റിയാണ്. അഡ്ഹോക് കമ്മിറ്റിയിൽ ജനറൽ ബോഡി യോഗത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. നാളെ ചേരുന്ന അഡ്ഹോക് ജനറൽ ബോഡി യോഗത്തിൽ ഇക്കാര്യവും ചർച്ചയാകും. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങൾ ചർച്ചയാകുന്ന വളരെ പ്രധാനപ്പെട്ട പുനഃസംഘടന ഉൾപ്പെടെ നടക്കേണ്ട AMMAയുടെ ജനറൽ ബോഡി യോഗം നാളെ ആണ്. മോഹൻലാൽ തന്നെ AMMAയുടെ പ്രസിഡന്റായി തുടരും.